ജൂൺ 28 ഞായറാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 13 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 13ാം സ്ഥാനത്ത് നസ്ലിൻ നായകനായി എത്തിയ മോളിവുഡ് ടൈംസ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 24 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9,86,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ നിന്നും ചിത്രത്തിന് ഒരു ബിലോ ആവറേജ് കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചിത്രം ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. 12ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ടോയ് സ്റ്റോറി 5 എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 27,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 11ാം സ്ഥാനത്ത് ഒരു ഹിന്ദി ചിത്രമാണ് കോക്ടെയിൽ 2 എന്ന ചിത്രം. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 36,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു ബിലോ ആവറേജ് കളക്ഷനാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് ഒരു ഹിന്ദി ചിത്രമാണ് മേൻ വാപ്പസ് ആവുക എന്ന ചിത്രം. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,70,70,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 17 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 17 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം കേരളത്തിൽ ഒരു ഫ്ലോപ്പ് മാറിയിരിക്കുകയാണ്. 9ാം സ്ഥാനത്ത് അർജുൻ ദാസ് നായകനായി എത്തിയ തമിഴ് ചിത്രം കോൺസിറ്റി എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 8ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ഒബ്സഷൻ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 31 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 31 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 7ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ദ ഫ്യൂരിയസ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 43 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6ാം സ്ഥാനത്ത് ഹിന്ദി ചിത്രമായ വെൽക്കം ടു ജംഗിൾ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 6 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 19 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ സൂപ്പർ ഗേൾ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 36,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 4ാം സ്ഥാനത്ത് ഇന്ദ്രൻസ് നായകനായി എത്തിയ ചിന്ന ചിന്ന ആസ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 19,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,59,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു ബിലോ ആവറേജ് കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് റോഷൻ മാത്യു നായകനായി എത്തിയ ഉയർ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 82 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു ബിലോ ആവറേജ് കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ആര്യ നായകനായി എത്തിയ അനന്തൻ കാട് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു മിക്സർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദ ബോയ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,48,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 14,02 കോടിയാണ് നേടിയത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.